നമസ്കാരം, ഞാൻ കരിങ്കുളം സന്തോഷ് കുമാർ. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാത്രി വരെ ദേശീയ പണിമുടക്ക്. ഈ ദേശീയം എന്ന് പറയുമ്പോൾ കേരളം ഒഴിച്ച് മറ്റൊരു സംസ്ഥാനത്തിന് പണിമുടക്ക് ബാധിച്ചിട്ടില്ല. കേരളത്തിൽ സമ്പൂർണ്ണം. കേരളം ഭരിക്കുന്നത് CPM ആണ്. CPMൻ്റെ സ്പോൺസർ ആണ് ഇന്നത്തെ സമരം. ഇന്നലെ ഗതാഗത മന്ത്രി പറഞ്ഞു KSRTC ബസ് നിരത്തിലാക്കും. അത് കേട്ട മാത്രമേ ഒരുപാട് യാത്രക്കാരും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളവരും ബസ് സ്റ്റാൻഡിൽ എത്തപ്പെട്ടു. പക്ഷേ നിർഭാഗ്യകരം, ഒരു ബസ് പോലും പുറത്തു പോകാൻ പറ്റിയില്ല. ആ യാത്രക്കാരെല്ലാം പെരുവഴിയിലായി. എന്തിനു വേണ്ടിയാണ് ഈ സമരം? വർഷം തോറും സമരം നടത്താൻ ഇത് വാർഷിക സമരമാണോ പഠിക്കുന്നത്? സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാ പാർട്ടിക്കും സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും അവകാശമുണ്ട്. അതുപോലെ തന്നെ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനും അവകാശമുണ്ട്. ഇന്ന് നമ്മൾ കണ്ടതാണ് മീൻ മാർക്കറ്റിൽ മത്സ്യം വിൽക്കുന്ന മത്സ്യത്തൊഴിലാളി വനിതയുടെ മത്സ്യങ്ങൾ നശിപ്പിക്കാനും മണ്ണെണ്ണ ഒഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കട അടപ്പിക്കുന്നു. ഈ നാട്ടിലെ മുഴുവൻ കൂട്ടിയിട്ട് നിങ്ങൾ മാത്രം ഇന്ന് ലാഭം ഉണ്ടാക്കുന്ന തൊഴിലാളി എന്ത് സ്വഭാവം താനെടുത്ത് വെച്ചോ. ഇതൊക്കെ ഇപ്പൊ മണ്ണെണ്ണ രാവിലെ പറയും സമരം എന്തൊക്കെ മാത്രം എന്താ കുട്ടികളെ മണ്ണെണ്ണ കയ്യിലുണ്ട് എന്ത് പോക്കിരിയാണ് ഈ മാത്രം പോക്കിരിയാ. ഇവിടെ എത്ര ആളുകൾ പണി പണിക്കില്ല, നിങ്ങൾ മാത്രം ലാഭം ഉണ്ടാക്കിയ തൊഴിലാളികൾക്ക് വേണ്ടിയ സമരം. എന്റെ പോലത്തെ ചട്ടകൾ കരിങ്കാലി പണി എടുക്കാം. ഓഫീസിൽ പോകുന്നു, ഓഫീസിൽ ഫർണിച്ചർ അടിച്ചു പൊട്ടിക്കുന്നു, ഓഫീസിലെ സ്റ്റാഫിന് ചീത്ത വിളിക്കുന്നു, അവരെ നിർബന്ധം മർദ്ദിക്കുകയും പുറത്താക്കുകയും ലൈറ്റ് ഓഫ് ചെയ്യുന്നു. മറ്റൊരാൾ ഓഫീസിൽ കയറുമെന്ന് പറഞ്ഞപ്പോൾ അവരെ ഓടിച്ചെല്ലുകയും മർദ്ദിക്കുകയും ക്രൂരമായി ഇടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളം മൊത്തം നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ വ്യവസായങ്ങൾ ഇല്ലാത്തത്? ഒരു പുതിയ സംരംഭം ആരെങ്കിലും തുടങ്ങിയാൽ ഇവിടെ യൂണിയൻ വരും, പണിമുടക്ക് നടക്കും, അത് കൂട്ടി. നമുക്കറിയാം, നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു സ്ഥാപനമുണ്ടായിരുന്നു തലശ്ശേരിയിൽ. അത് അവിടെയുള്ള INTCക്കാർ പൂട്ടിച്ചു, അദ്ദേഹത്തിനെ ആക്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അദ്ദേഹം നേരെ ബാംഗ്ലൂർ പോവുകയും അവിടെ ഒരു കമ്പനി തുടങ്ങുകയും അത് ഏറ്റവും വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയും അവിടെ ഒരുപാട് തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. കേരളത്തിലൊരു കമ്പനി ഉണ്ടാണ് കിറ്റെക്സ്, അത് പൂട്ടിച്ചു. അതിപ്പം തെലങ്കാനയിൽ നമ്പർ 1 ആയി. കേരളമാണെങ്കിൽ ദിവസം തോറും കടക്കിണിയിൽ നീങ്ങുകയാണ്. KSRTC തന്നെ കോടിക്കണക്കിന് രൂപ നഷ്ടത്തിലാണ്. ഗണേഷ് കുമാർ വന്നതിന് ശേഷം കുറച്ച് മാറ്റങ്ങളുണ്ടായി കൊണ്ടുവന്ന സമയത്താണ് ഇന്നത്തെ ദിവസം തന്നെ ഈ സമരത്തിലൂടെ KSRTC കോടികളുടെ നഷ്ടം. ഇന്നത്തെ കേരളത്തിൽ തന്നെ 1000 കോടിക്കകത്ത് നഷ്ടമുണ്ടാക്കുകയാണ്. കേരളം ഭരിക്കുന്ന സർക്കാരാണ് ഇതിനെ സ്പോൺസർ ചെയ്യുന്നത്. ടൂറിസം മേഖലയായി എല്ലാം ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ സമരത്തിനെ പിന്തുണയ്ക്കുകയും സമരത്തിന് വേണ്ടി നാട്ടുകാരെ അടിക്കുകയും. ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോകൾ പലതും ചാനലുകളിൽ കണ്ടു. യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്, പുറത്തിറങ്ങി അവരെ ആക്രമിക്കപ്പെടുകയാണ്. ഒന്നാമത് ലഹരി മാഫിയ കേരളത്തെ വിഴുങ്ങിയിരിക്കുന്നു. അതിനുശേഷം യൂണിയൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല, കട തുറക്കാൻ പാടില്ല. ഇത്രയൊക്കെ വർഷമായിട്ടും ഇവർ മാറ്റി ചിന്തിച്ചിട്ടില്ല. ഇനി അടുത്ത വർഷവും വരും വാർഷിക ആഘോഷവുമായി പണിമുടക്കുന്നു. ഇതിനെതിരെ നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇതുപോലുള്ള പണിമുടക്കുകളെ നേരിടേണ്ടി വരിക. സമരം ചെയ്യട്ടെ, ആർക്കും സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് പുറത്തിറങ്ങാനുള്ള, കട തുറക്കാനുള്ള, സ്ഥാപനങ്ങൾ തുറക്കാനും എല്ലാത്തിനുമുള്ള അധികാരം നമുക്കുമുണ്ട്. മറ്റുള്ളവരെ തടയരുത്. നിങ്ങൾ സമരം ചെയ്തോളൂ, മറ്റുള്ളവരെ വെറുതെ വിടും. ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കാത്തവരെ ആക്രമിക്കുകയും ഓഫീസിൽ കയറി ചീത്ത വിളിക്കുകയും അടിക്കുകയും പുറത്തിട്ടടിക്കുകയും കടകൾ പൂട്ടിക്കുകയും സമരാനുകൂലികൾ നടത്തിയത്, ഇത് ചെയ്തവരെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. അതിന് കോടതി സ്വമേധയാ കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഇവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലുള്ള പൊതു പണിമുടക്കുമായി വരുമ്പോൾ മറ്റുള്ളവർക്ക് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെ പേടിച്ച് നമുക്ക് എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ പുറത്തിറങ്ങിയ കാറിന് തീ വയ്ക്കും, കടകൾ അടിച്ചു പൊട്ടിക്കും. ഇങ്ങനെയുള്ളവർക്കൊരു പരമാവധി ശിക്ഷ കോടതി ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയൊരു ഹർത്താലോ ഒരു പണിമുടക്കോ കേരളത്തെ ജനജീവിതത്തെ ബാധിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അധികാരമുള്ളതല്ല അവർക്ക് ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ അവരെ സ്കൂൾ ടൈം കഴിഞ്ഞ് കേട്ടാ, നിങ്ങൾ അതുവരെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ സ്കൂൾ ടൈം ഇത് കണ്ട് അവരെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അല്ല എനിക്കത് വേറെ അങ്ങനെയൊന്നും പറ്റില്ല. 12 മണി വരെ എങ്ങനെ അവരെ ടൈമിൽ അവരെ ഒപ്പിട്ടെങ്കിൽ അവരത് കഴിഞ്ഞിട്ട് പോയിക്കോളും. അവരിതൊന്നും നിങ്ങൾ പറയുന്നത് നിങ്ങൾ സമരം ചെയ്തോ? അതുവരെ അടച്ചിടാൻ പറ്റും അവരെ. അവര് നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അധികാരമുള്ളതല്ല അവർക്ക് ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട്. അത്രയും അവരെ സമയം കഴിഞ്ഞു. 3:30 വരെ ടൈം ഉണ്ട്. എനിക്ക് ഇതിന് ഗുളി കഴിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളെ ടൈം കഴിഞ്ഞല്ലോ. നിങ്ങളെ സമരത്തിന്റെ നിങ്ങളെ 12 മണി വരെ ഉണ്ടാവും. നിങ്ങൾ ചെയ്തോ? അവരുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞു. സ്കൂളിൽ നിങ്ങൾ ബാക്കി സർക്കാർ ഓഫീസാണെങ്കിൽ 5 മണി വരെ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോ. അയ്യോ